വാ കുഞ്ഞാറ്റേ, എന്തിനാ തെറ്റിയത്? എന്തിനാ തെറ്റിയത്? അതാ ആള് കച്ചറയാണ്, കച്ചറ. ചെരുപ്പിട്, ചെരുപ്പിട്, ചെരുപ്പിട് കുഞ്ഞാറ്റേ, ചെരുപ്പിട്. ഞങ്ങള് വൈകുന്നേരം കേട്ടോ, ഏട്ടൻ വന്ന സമയമാണ്. ഏട്ടൻ ഇന്ന് പണിയില്ല കേട്ടോ. അപ്പൊ ഇന്ന് വണ്ടിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടേ, വണ്ടി പണിക്ക് നിർത്തിയിരിക്കുകയല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏട്ടൻ ഇന്ന് ലീവാണ് കേട്ടോ. അപ്പൊ ഏട്ടൻ വന്നു, ഉച്ചയ്ക്ക് വന്ന കേട്ടോ. അപ്പൊ ഞങ്ങൾ വെയിലാറിയപ്പോ കനാലിൽ കൂടെ നടക്കാൻ ഇറങ്ങിയതാണ്. നോക്കുമ്പോ ഇവള് വാശി പിടിച്ചിട്ടേ, ഇതിനായിട്ട് ഇവള് വാശി പിടിച്ച് വീട്ടിൽ പോകണം പറഞ്ഞിട്ട് വീട്ടിൽ പോകണ്ടാണ് കനാലിക്കൂടെ ഓടി നടക്കാനേ. ചെരുപ്പൊക്കെ ഞാൻ നമ്മളെന്തിനാണ് ഓടുന്നതെന്ന് വിചാരിച്ചുട്ടോ. ഞങ്ങള് കനാലില് പണിയെടുക്കണുണ്ട് കേട്ടോ, കനാല് വൃത്തിയാക്കണുണ്ട്. അപ്പൊ ഞങ്ങൾ അത് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഇവളോട് ഓടണ്ട പറഞ്ഞു. അതിന് ഓടണ്ട പറഞ്ഞതിന് ഇവള് അതിനൊന്നും കൂടി വാശി പിടിച്ചിട്ട് ചെരുപ്പൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. അല്ല, ഇനി എവിടേക്കാ രണ്ടാളും കൂടി? എവിടേക്കാ? ഇപ്പൊ വരാന്നോ? വേഗം ഇങ്ങോട്ട് വന്നോളുണ്ടു. ടാറ്റ. വന്നേട്ടാ വണ്ടീന് പോകുമ്പോഴോ? ഇന്നിപ്പോ എന്താ അവള് തെറ്റിയോണ്ട് ഏട്ടഞ്ഞും കൊണ്ടാണല്ലോ. അമ്മമ്മേനെ കണ്ടോ? അമ്മമ്മേനെ കണ്ടോ കുഞ്ഞാറ്റെ? എവിടെ എവിടെ? അതാ വരുന്നൂലേ അമ്മമ്മ. അവര് വരട്ടെ. നാളെ എവിടെയായിട്ടാ പണി? മലമ്പള്ളേ. മരുന്ന് കഴിക്കട്ടേട്ടാ, മറക്കാണ്ടേ. അമ്മ വന്നു. അച്ഛക്ക് ടാറ്റ കൊടുക്ക്. നീ വണ്ടിയുടെ അടുത്തേക്കാ? വണ്ടിയിൽ പോവേ. കുറച്ച് നേരം കനാലിൻ്റെ മുകളിൽക്കൂടെയൊക്കെ നടന്ന് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വൈകിട്ടേക്ക് എന്തായാലും കറി വേണ്ടേ. അമ്മ പണി മാറ്റിയൊക്കെ വന്നു. ഇനിയിപ്പോൾ എന്തായാലും അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് എന്തായാലും റെസ്റ്റ് എടുക്കായിരിക്കും. അപ്പോഴത്തേന് ഞാൻ 2-3 ദിവസമായിട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ട് ഉണക്കല മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളായിട്ട് വറുത്തിട്ടുണ്ടായിരുന്നു പകുതി എടുത്തിട്ട്. അപ്പം അതിൽ ഒരെണ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെടുത്തിട്ടൊന്ന് പുളിഞ്ചാറ് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. ഞങ്ങളുടെ സ്പെഷ്യലാണ് കേട്ടോ. പിന്നെ റേഷനരി ചോറിന് ഇത് നല്ല ബെസ്റ്റാണ്. നന്നായിട്ട് മേച്ചാവും ചെയ്യും, നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുളിയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് പുളിയും അതുപോലെ തന്നെ നമ്മൾ സാധാ മീൻകറി വെക്കുമ്പോൾ തന്നെ ഞാൻ പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാട്ടോ വെക്കുന്നത്, ഇഞ്ചി ഇടുന്നില്ല. അപ്പോൾ എന്തായാലും ആ മീനൊക്കെ ഒന്ന് കഴുകിയെടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴുകിയെടുത്തു. പിന്നെ അതിലേക്ക് വേണ്ട ചെറിയുള്ളിയും പച്ചമുളകും കുറച്ച് ഒരു 2-3-4-5 അല്ലി കേട്ടോ വെളുത്തുള്ളിയും കൂടി എടുത്തു കേട്ടോ. ഇഞ്ചി ഇല്ല ഒന്നാമത്, പിന്നെ ഞാൻ ഇഞ്ചി ഇട്ടുമില്ല കേട്ടോ. അപ്പോൾ ശകലം ഒരു വലിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ആവശ്യത്തിനുള്ള പുളി എടുത്തു കേട്ടോ. കാരണം ഒരു കുഞ്ഞു മീനാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഇനിയിപ്പോൾ പുളി അധികമായാലും രുചി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മളെന്തായാലും ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഇപ്പോൾ ഭയങ്കര വാശി കൂടുതലാട്ടോ, ഒന്നും മിണ്ടാൻ പാടില്ല അവളോട്. അപ്പോൾ ഒന്നും മിണ്ടിയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിണ്ടുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അവൾ പ്രവർത്തിക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെ ഞാനിതാ ഉള്ളിയൊക്കെ നുറുക്കുന്നതിൻ്റെ ഇടയിൽ അവൾ വന്നിട്ട് ഉമ്പ് വേണം കുടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പഴം ഉണ്ടായിരുന്നു, പഴം തൊലിച്ചു കൊടുത്തു കേട്ടോ. അവൾക്ക് വിശക്കാണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കനാലിൻ്റെ മുകളിൽ നിന്ന് വന്നപ്പോഴത്തേന് തന്നെ അവൾക്ക് വിശന്നിട്ടേ അവള് പറഞ്ഞു എനിക്ക് ചോറുമാമു വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുപ്പായൊക്കെ പൊന്തിച്ച് കാണിച്ചു തരിക കേട്ടോ, വയറിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവൾക്ക് ഉച്ചയ്ക്ക് കുറച്ച് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടനും. അപ്പോൾ കുട്ടിക്ക് കൊടുത്തു ഞാനത്. അപ്പോൾ അവൾക്ക് ഞാൻ കൊണ്ടുവന്നതന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് ശകലം ചോറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവൾക്ക് കൊടുത്തപ്പോൾ അവളത് കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവൾ ഇതൊക്കെ കഴിക്കാൻ വേണ്ടി വന്നത്, പഴവും വെള്ളമൊക്കെ. അപ്പം അങ്ങനെ നമ്മുടെ പുളിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്, ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണയൊന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോഴുള്ളൂ ഇനി നമുക്ക് നമ്മൾ വെളുത്തുള്ളി മാത്രമാണല്ലോ ഇടുന്നത്. പിന്നെ കുറച്ച് ഉലുവ ഇട്ടിട്ട് സാധാ മീൻകറി വെക്കുമ്പോൾ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇഞ്ചി ഒഴിവാക്കിയെന്നുള്ളൂ കേട്ടോ. ഉണക്കല മീൻ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി രുചി ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ എന്തായാലും ഇനി എണ്ണ ചൂടായി വരുമ്പോൾ
അപ്പോഴത്തേന് തന്നെ അവൾ പിന്നെ ഇതൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ വൈകുന്നേരം അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ കഴിച്ചു. പിന്നെ കഞ്ഞി വേണം പറഞ്ഞിട്ട് അമ്മ കഞ്ഞിയൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾ എന്നെ വിളിക്കാൻ വന്നിരിക്കുക, അമ്മ കോരി തന്നാൽ മതി കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അർജൻറ്റൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ കഴിച്ചല്ലേ ഉള്ളൂ, പിന്നെ പഴംപാപ്പയൊക്കെ കഴിച്ചതാണല്ലോ, നീ അമ്മ എന്നാൽ ഇപ്പം വരാട്ടോ, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അവളെ സോപ്പിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഉലുവയൊക്കെ പൊട്ടിച്ച് പിന്നെ നമ്മളതൊക്കെ വാടി വരുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി ഇല്ല വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ. വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് വാട്ടിയെടുത്തിട്ട് വേണം നമുക്ക് ഇനിയിപ്പോൾ മീൻ പുളിയൊക്കെയുള്ള പുളിയൊക്കെ ഒഴിക്കാൻ കേട്ടോ. പിന്നെ അത്യാവശ്യം വേണ്ട നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ. മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു ചോയയായിരിക്കും ഉണക്കമീനിൽ കേട്ടോ. അപ്പം നമ്മൾ മീനിൽ ഇടുന്നത് പോലെയല്ല, ഉണക്കമീനിൽ ഇടുമ്പോൾ ഒരു നല്ല ചോയ വരും. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഈ ഉള്ളിയും ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. കറിവേപ്പിലൊക്കെ ഞാൻ പറിച്ചു കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴുകി എടുത്ത് വെക്കുകയാണ് കേട്ടോ. കഴുകി സ്റ്റോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, നമുക്ക് എപ്പോഴെന്താ ആവശ്യം വേഗം എടുത്തപ്പോൾ ഇടുക. ചിലപ്പോൾ ഒരു ദിവസം തന്നെ മീൻ കറി വെക്കുമ്പോൾ ഉണ്ടായി കേട്ടോ. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആവശ്യത്തിന് നുറുക്കി വെച്ചു കേട്ടോ. മീൻ വറക്കൽ കഴിഞ്ഞപ്പോഴത്തേന് ഇഞ്ചിയും വെളുത്തുള്ളി നുറുക്കി വെച്ചത് നമ്മൾ ചതച്ച് വെച്ചതൊന്നും എവിടെയെന്നും എപ്പോഴാണെന്നും ഒന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് നന്നാക്കി ചതച്ച് എൻ്റെ ഒരു ഓർമ്മയും. അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പം ഞാനപ്പോൾ കാണുന്നോടെ തന്നെ വെക്കും. ഞാനത് അന്ന് അടച്ചു വെച്ച് പോയി. അതെ നമ്മൾ തിരയും ചെയ്തു, പക്ഷെ അപ്പോൾ പെട്ടെന്ന് കണ്ടൂല ധൃതി പിടിച്ചുണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളൊരു തക്കാളിയും കൂടി കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. ആ തക്കാളിയൊക്കെ വാടി വന്ന് ഉള്ളിയും മുളകൊക്കെ വാടി വന്നു. അപ്പോൾ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് വാടിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാറ്റ കഞ്ഞി കുടിക്കാൻ ഇതാ കുറച്ച് കുടിച്ചു, പിന്നെ വാശി പിടിച്ചിട്ട് കഞ്ഞിയൊക്കെ അധികം കളയാന്നും പറഞ്ഞുകൊണ്ട് അതിന് ഞാൻ ഒന്ന് ചീത്ത പറഞ്ഞതിന് കേട്ടോ. അവിടെ ഇരുന്ന് ബഹളം വയ്ക്കുകയാണ് അവള്. മേമയും വന്നിട്ടുണ്ട് കേട്ടോ ടി വി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരിരുന്ന് ടി വി കാണുക കേട്ടോ. ആ സമയത്താണ് നമ്മുടെ അടുക്കളപ്പണി. പിന്നെ നമ്മൾ അടുക്കളപ്പണി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടി വിക്ക് ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ എത്തി നോക്കുകയൊക്കെ ചെയ്യും, കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാവുന്ന വരെ മൂത്ത് വരുന്നത് വരെയൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറി എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ. ഉണക്കല മീൻകറി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഞാൻ ഒരു തണ്ട എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ കറിവേപ്പിലയുടെ. അപ്പോൾ അതിൽ ഒരു 5-6 ഇല ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇറക്കി വെച്ച സമയത്താണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള കറിവേപ്പില ഇട്ടത്. പിന്നെ ഇപ്പം ഇന്ന് പ്രത്യേകിച്ച് അധികം സ്പെഷ്യൽ എന്നൊന്നും പറയാമല്ലോ. ഞാൻ പിന്നെ പപ്പടം കുറച്ച് ദിവസമായിട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ്. പിന്നെ അത് കേടുവന്ന് കൊണ്ടാന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ പപ്പടം കാച്ചാലോന്നൊക്കെ വിചാരിച്ചു. പിന്നെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പപ്പടം. പിന്നെ അവൾ വെറുതെ അധികം കഴിക്കുക കേട്ടോ. നമ്മൾ കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും കഞ്ഞി കുടിക്കുമ്പോൾ കുടിക്കില്ല, അത് കഴിക്കില്ല. കഞ്ഞി കുടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അതന്നെ എടുത്ത് കഴിക്കട്ടോ. പക്ഷെ എന്താ പറയുക, അങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വെള്ളം കുടിക്കാൻ ദാഹിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അധികം കൊടുക്കില്ല കേട്ടോ. പേടിയാണ്, 1-2 എന്നൊക്കെ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും നമ്മളിപ്പോൾ എണ്ണയ്ക്കൊക്കെ ഇത് വില ഉള്ളത് കൊണ്ടൊക്കെ അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യുക വെച്ചിട്ട് അപ്പോൾ സൺഫ്ലവർ ഓയിലാട്ടോ മേടിക്കാറ്. നോക്കുമ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ലാസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് എന്തായാലും ഫിനിഷായി. ഇനിയിപ്പോൾ ആദ്യം നമ്മൾ മേടിച്ചിട്ടൊക്കെ വേണം. അപ്പോൾ ഉള്ള ഇതിൽ നമുക്ക് വറുത്തെടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എണ്ണ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉണ്ട് നമ്മൾ ആട്ടിക്കൊണ്ടുവന്ന എണ്ണ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലിപ്പോൾ അധികം വറുക്കലും പൊരിക്കലൊന്നും ചെയ്യാറില്ല. നമ്മളിങ്ങനെ തൂമിക്കാനോ കറി വെക്കാനോ അങ്ങനെയൊക്കെയാണ് നമ്മൾ വെളിച്ചെണ്ണ പതിവ് എടുക്കാറ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പപ്പടം കാച്ചാനും അതേപോലെ തന്നെ നമ്മളിങ്ങനെ മീൻ പൊരിക്കാനൊക്കെ കൂടുതൽ എണ്ണ വേണമല്ലോ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ കേട്ടോ ഉപയോഗിക്കാറ്. അപ്പോൾ അതെന്തായാലും ഇനിയിപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇനി എന്തായാലും ഇനിയിപ്പോൾ അടുത്തൊരു പർച്ചേസിംഗ് ഒക്കെ ഉണ്ടാവും, പോകണം എന്താ കടയ്ക്കൊക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം, സുഖമല്ലേ? ഞാൻ ഇന്നലെ വീഡിയോ ഇടാനൊന്നും വിട്ടുപോയതല്ല, നമ്മൾക്ക് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഫോണിൽ സ്റ്റോറേജിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാറ്. പിന്നെ ഞാൻ ഷോർട്സൊക്കെ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഷോർട്സൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലിയിലേക്ക് മെമ്പറായിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനൊന്നും മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പുതിയ ഓപ്ഷനാണ് ഹൈപ്പിങ്, അതൊക്കെ ഒന്ന് ചെയ്ത് വിടുക കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ പപ്പടം കാച്ചലൊക്കെ കഴിയാറായി. ഇനിയിപ്പോൾ ചോറുണ്ണണം, പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കൊക്കെ വെച്ചത് കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ടും കൂടെയൊക്കെ കുട്ടിയൊക്കെ കഴിക്കാനെടുത്ത പാത്രങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ അമ്മ പണി മാറ്റി വന്നപ്പോൾ അമ്മ ഭക്ഷണം കൊണ്ടുപോയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. പിന്നെ പുറത്തൊന്നുമല്ല, നമുക്ക് അകത്തന്നെ അല്ലേ, സ്റ്റീൽ പാത്രങ്ങളാണ്. അപ്പോൾ അധികം കരിയുള്ള പാത്രങ്ങളൊന്നുമല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. പിന്നെ ഇതാ നമ്മുടെ പപ്പടം പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് അമ്മ ഇതാ കുളിയൊക്കെ കഴിഞ്ഞു വിശന്നിട്ട് വയ്യാന്നും പറഞ്ഞിട്ടേ സീരിയൽ കണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതാ ചോറുണ്ണാണ്. കുഞ്ഞാറ്റ അതാ ഒരു ഭാഗത്ത് പപ്പടം കഴിച്ചുകൊണ്ടിരിക്കണു. അപ്പോൾ കൂട്ടത്തിൽ ഞാനും പിന്നെ വന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ.
കുഞ്ഞാറ്റയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര വാശി കേട്ടോ. അപ്പോൾ വാ തുറന്ന് നമുക്കൊന്നും അവളോട് പറയാൻ പറ്റില്ല. നമ്മൾ പറയണതിന് വിപരീതമായിരിക്കും കേട്ടോ അവൾ ചെയ്യുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാമല്ലോ. ഇനിയിപ്പോൾ പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കഴുകാൻ. നമ്മൾ ചോറും കാലവും അതുപോലെ എല്ലാം അമ്മ അതാ ഒരു ഭാഗത്ത് അത് അടിച്ചു വരുന്നു. കുട്ടി അതാ നമ്മുടെ നുഴഞ്ഞു കയറി വരുന്നുണ്ട് കേട്ടോ അവള്. നമ്മൾ അവളെ ഓരോരുത്തർ നിർത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കുകയല്ല കേട്ടോ. ഒന്ന് എന്താണെന്നറിയില്ല, ഇന്ന് വൈകിട്ടോ ഉച്ചയ്ക്ക് ഉറങ്ങിയപ്പോൾ എണീക്കാൻ വേണ്ടിയിട്ട് 4 മണിയൊക്കെ കഴിഞ്ഞിരിക്കും. 4:30 മണിയൊക്കെ ആയിട്ടോ എണീച്ചപ്പോഴേ. അപ്പോൾ അവള് ഇന്നിപ്പോൾ എന്തായാലും വൈകിട്ടേ ഉറങ്ങുള്ളൂ. ഇതാണ്ടോ നമ്മളെന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറി വരും കേട്ടോ. ഇനിയിപ്പോൾ അവിടെ വന്നിട്ട് വെള്ളം വേണം മുമ്പ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്നോട് ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ കുഞ്ഞ വീഡിയോസാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പേര് കമൻസ് ഇട്ടായിരുന്നു. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടിങ് ഒക്കെ ഇനി മുന്നോട്ട് വേണം. അതേപോലെ എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ പ്രതീക്ഷകളാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഏക ആശ്രയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണം എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കേട്ടോ നമ്മുടെ ഡെയിലി വീഡിയോസും. പിന്നെ നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നമ്മൾ രക്ഷപ്പെടും എന്നുള്ളൊരു വിശ്വാസം കൂടി ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ ദൈവത്തിങ്കിൽ വിട്ടിരിക്കുകയാണ്. ദൈവമാണല്ലോ നമുക്ക് എല്ലാത്തിനും. നമ്മൾ അങ്ങനെ ഒരാളെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. നമ്മളെന്തായാലും വീതനപ്പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കി അത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് അധികം പണിയില്ലല്ലോ. പിന്നെ എണീച്ച് വന്നാൽ പിന്നെ നമ്മൾ വെണ്ണീർ കോരി നമുക്ക് തീ പിടിപ്പിച്ചാൽ മതിയല്ലോ. ബാക്കിയുള്ള പരിപാടികളൊക്കെ രാവിലെ കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഏട്ടന് വേറെ വർക്കൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. കാരണം പണി തീരാനായി കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുല്ലുവെട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം കേട്ടോ. നമുക്ക് പ്രതിസന്ധി എന്ന് പറയുന്നത് അതാണ്. കാരണം നമുക്ക് ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു വർക്ക് എന്തായാലും തിരഞ്ഞെടുത്തേ പറ്റുള്ളൂ കേട്ടോ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വണ്ടി ഇറക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് തന്നെ ഇപ്പോൾ നല്ലൊരു തന്നെ ആയിരിക്കും. നമുക്ക് ചിലവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എണ്ണ അടിക്കലൊക്കെ ആയിട്ട് ഭയങ്കര തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉദ്ദേശിച്ച നമ്മുടെ കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വർക്ക് എടുത്താലേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം കേട്ടോ എല്ലാവരും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ